എന്നെ കൊടുക്കാൻ ഞാൻ വിളിച്ചേക്കാം. ഞാൻ ടെസ്റ്റ് കൊടുക്കാം. എന്നെ വിളിച്ചാൽ മതി. എനിക്കൊന്ന് കോപ്പി ചെയ്തു ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് സാറ് ഒപ്പമില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ വൈകാരികമായ ഒരു അനുഭവതലം അതിനുണ്ട്. അത് വ്യക്തിപരമായി അതിലേക്ക് കടന്നാൽ ഞാൻ 2006 ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ഉമ്മൻചാണ്ടി സാറ് ഡൽഹിയിൽ നിന്നും ഇതേപോലെ ഡൽഹി ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കണം, നാളെ തന്നെ അവിടെ പോയി കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതാക്കന്മാരെയൊക്കെ കാണണം എന്ന് പറയുന്നത് 2006 സാറാണ്. അതിനുശേഷം ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാരീരികമായി ഒരുപാട് അവശതയിലായി. എന്നിട്ടും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതാണ്ട് 1.5 മണിക്കൂറാണ് സ്ഥാനാർത്ഥിയായ എന്നോടൊപ്പം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ക്ഷീണിതനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറ് തൊട്ടു പുറകിൽ വരുന്ന കാറിലേക്ക് മാറിക്കോളൂ, ഓപ്പൺ ജീപ്പിൽ ഞാനും MP പ്രേമേന്ദ്രനും നിൽക്കാം, സമാപന യോഗം നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ സാറ് വന്ന് അവിടെ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്ഷീണമില്ല എന്ന് പറഞ്ഞ് 1.5 മണിക്കൂറോളം എന്നോടൊപ്പം ഉമ്മൻചാണ്ടി സാർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ വ്യക്തിപരമായി എനിക്കൊരു അത് ഒരു പ്രയാസത്തിൻ്റെ ഒരു അനുഭവമാണ്. പക്ഷേ സാറിൻ്റെ ഒരു ഭൗതിക സാന്നിധ്യം മാത്രമാണ് ഇല്ലാത്തത്, അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യമാണ്. സാറ് ജീവിച്ചിരുന്നെങ്കിൽ സന്തോഷിക്കുമായിരുന്ന ഒരു കാര്യം ശ്രീ KM അഭിജിത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഞങ്ങളെയൊക്കെ പോലെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ശ്രീ അഭിജിത്ത്. അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടെത്തലുകളിൽ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിജിത്തിന് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുക ഉമ്മൻചാണ്ടി സാറായിരിക്കും. അദ്ദേഹത്തിൻ്റെ അർഹതയ്ക്ക് പാർട്ടി ഒരു അംഗീകാരം നൽകി രാധാപുരത്ത് നിന്ന് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സാറ് കൈപിടിച്ച് കൊണ്ടുവന്നവരെന്ന നിലയിൽ സാറിൻ്റെ അഭാവത്തിൽ ഇവരെയും കൈപിടിച്ച് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും. സാറിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാം മുകളിലുണ്ട്, എപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നോമിനേഷൻ ശനിയാഴ്ചയാണ് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇല്ല, അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ കോൺഗ്രസിന് ദോഷം വരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ കെ സുധാകരൻ എന്ന നേതാവിന് കഴിയില്ല. കാരണം അദ്ദേഹവും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം അറിയുന്ന ഒരു നേതാവാണ് ശ്രീ കെ സുധാകരൻ. ഒരിക്കലും അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ടോ കോൺഗ്രസിന് ദോഷം വരുന്നതോ കോൺഗ്രസിന് അദ്ദേഹത്തിന് ദോഷം വരുന്നതായിട്ടുള്ള ഒരു കാര്യവും കോൺഗ്രസും ചെയ്യില്ല, തിരിച്ചുകൊണ്ടാവില്ല.
കോൺഗ്രസ് നേതൃത്വവും അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് നേതാക്കന്മാരെക്കാൾ ഉപരി. അവരെല്ലാവരും അവരുമായിട്ടുള്ള ബന്ധമുണ്ട്. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പോറലും ഏൽക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഞങ്ങളറിയുന്ന കേസുകാരും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയുന്ന കേസുകാരും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുന്ന കേസുകാരും ഒരിക്കലും കോൺഗ്രസിന് ദോഷം വരുന്നില്ല അദ്ദേഹം ചെയ്യും. ഞാൻ അഭി എവിടെയാണ്? ഞാൻ എപ്പോഴാണ് ട്രെയിനിലാണോ? വണ്ടി